അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? അൽഹംദുലില്ലാഹ് ഞാനും സുഖമായിട്ടിരിക്കുന്നു. കുറേ ആയില്ല ഇങ്ങനെ ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട്. ഇന്ന് വന്നിട്ടുള്ള വിശേഷം ചെറിയ പെരുന്നാളിന് കുറച്ച് വിശേഷങ്ങളാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ രാവിലെ എണീച്ചിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം തലേന്ന് തന്നെ ഫ്രിഡ്ജിൽ കോഴി എല്ലാം മുളകും ഇതൊക്കെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെടുത്തിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച പെരുന്നാളായതുകൊണ്ട് തന്നെ പെരുന്നാൾ നിസ്കാരവും ജുമാവും ഒക്കെ ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് വേണം എവിടെയെങ്കിലും പോകാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ പെരുന്നാൾ നിസ്കാരം പതിവിലും നേരത്തെയാണ്. അപ്പോൾ ഇത് അടുക്കളയിലേക്ക് വന്നതിന് ശേഷം ഇതൊക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഞാൻ അടുപ്പിലാണ് ഒക്കെ ആക്കിയത്, കാരണം ഗ്യാസ് ഇപ്പോൾ അങ്ങനെ കിട്ടാനില്ലല്ലോ. അപ്പം എല്ലാം അടുപ്പിൽ തന്നെയാണ് ആക്കുന്നത്. ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ മാത്രമേ കേട്ടോ ആക്കുന്നുള്ളൂ. പിന്നെ ഒരുപാട് നമ്മളങ്ങനെ ആക്കി വെച്ചിട്ട് പിന്നീട് അത് കഴിക്കാതിരിക്കുമ്പോൾ അതൊരു ബാക്കിയായിട്ട് നിൽക്കുമ്പോൾ അതൊരു ഇടങ്ങേറാണ്. അപ്പോൾ ഈ കത്തി ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ് കേട്ടോ. 200 രൂപ 205 രൂപയൊക്കെ മറ്റേ 3 എണ്ണം ഒരു കോംബോ ആയിട്ട് കിട്ടിയതാണ്. നല്ല കത്തിയാണ്. പ്രിൻ്റൊക്കെ വന്നുകൊണ്ട് തന്നെ നമുക്ക് കാണാനും നല്ലൊരു ലുക്കുണ്ട്. മൂർച്ചവും നല്ല മൂർച്ചയാണ് കേട്ടോ. അപ്പം എല്ലാവരും പെരുന്നാൾ വിശേഷങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്രാവശ്യം ചൂടും നോമ്പും എല്ലാം ഒന്നിച്ചായതുകൊണ്ട് തന്നെ നോമ്പ് കഴിഞ്ഞത് അറിഞ്ഞിട്ടുണ്ടായിട്ടാ. നിയാസം മക്കളൊക്കെ നല്ല ഉറക്കമാണ് കേട്ടോ. പിന്നെ അവർ എണീപ്പിച്ചു. തലേന്ന് കിടക്കാനും ഒത്തിരി ലേറ്റായിട്ടുണ്ടായിന്. അവർ എണീക്കുന്ന സമയം കൊണ്ട് ഞാൻ മുറ്റത്ത് പോയിട്ട് കുറച്ച് അലക്കിയത് വിരിച്ചിടാനുണ്ടായിരുന്നു, അതുമെല്ലാം ചെയ്തു. പിന്നെ ഇന്ന് എൻ്റെ പുറക്കേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒന്ന് നീറ്റാക്കാണ്ട് പോകാൻ വേണ്ടിയിട്ട് കയ്യിൽ. അപ്പോൾ ഞാൻ സത്യത്തിൽ കുളിക്കും പിന്നെ ഡ്രസ്സ് ഇടുമ്പം തന്നെ കുളിയും ഡ്രസ്സൊക്കെ ഇടുമ്പം തന്നെ 12 മണി ഏകദേശം ആയിട്ടുണ്ട്. അതുവരെയും ഓരോ പണിയിൽ തന്നെയായിരുന്നു ഉണ്ടായത്. പിന്നെ പെരുന്നാളിൻ്റെ തലേന്ന് മോൻ്റെ വാച്ച് മുറിക്കാനും അതുപോലെ തന്നെ എൻ്റെ ഡ്രസ്സ് ഒന്ന് ഷേപ്പാക്കാനൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പം പെരുന്നാൾ പിറ്റേന്നാണെന്നുള്ളൊരു പ്രതീക്ഷയില്ലല്ലോ. അപ്പം ഇത് വന്നിട്ട് അവർ പള്ളിയിലേക്ക് പോവുകയാണ്. പിന്നെ അവർ പോയ ശേഷമാണ് ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കേട്ടോ. ഇന്ന് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയും കൂടിയാണ്. അപ്പോൾ നിയാസക്ക് ചെറിയൊരു സർപ്രൈസായിട്ട് ഒരു ഷർട്ട് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും ഞാൻ ബർത്ത്ഡേ ഒക്കെ ആയാലും ആനിവേഴ്സറിക്ക് ആയാലും എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് കൊടുക്കും കേട്ടോ. ഇപ്രാവശ്യം ബർത്ത്ഡേക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിട്ട. അതുകൊണ്ട് തന്നെ ആനിവേഴ്സറിക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് സത്യത്തിൽ ഇങ്ങനെയൊന്നും കൊടുക്കാനല്ല പ്ലാൻ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ചെറിയ മോൻ്റെ അടുത്ത് ഒരു രക്ഷയില്ല, ഉമ്മ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിന്നിട്ട് പിന്നെ അവനെ കൊണ്ടുതന്നെ കൊടുപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുരക്കേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. അങ്ങനെ ന്യൂസാരെ പങ്കളെടുത്തും കാരണവരടുത്തും എല്ലായിടത്തും ഒന്ന് ഇറങ്ങി. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 3:30-4 മണിയുടെ അടുത്ത് ആയിട്ടുണ്ട്. പിന്നെ പുരക്ക് പോയ ശേഷം അവിടെ അനിയത്തി മക്കളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരോടൊപ്പം കുറേ ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ ഉമ്മാമ്മേൻ്റെ അടുത്ത് പോയി. കുറേ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഒത്തിരി വീഡിയോ ആഡ് ചെയ്യുമ്പോൾ ലെങ്ത്ത് കൂടും. പിന്നെ ഇത് വന്നിട്ട് രാത്രിക്ക് കാരണവരും മക്കളും അവരൊക്കെ വന്ന ഒരു ബഹളമാണ് അത് കാണുന്നത്. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.